പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ, ചെൽസി ടീമുകൾക്ക് വിജയം. സ്പാനിഷ് ക്ലബ്ബായ റയൽ ബെറ്റിസിനെ 2-നെതിരെ 3 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ 15-ാം മിനിറ്റിൽ ലൊസാഡയിലൂടെ റയൽ ബെറ്റിസാണ് മത്സരത്തിൽ ആദ്യ ലീഡെടുത്തത്. എന്നാൽ തൊട്ടു പിന്നാലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒപ്പമെത്തി. 18-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റിയിലൂടെ റാഷ്ഫോർഡാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി ഗോൾ നേടിയത്. 24-ാം മിനിറ്റിൽ മനോഹരമായ ഗോളിലൂടെ അമദ് ദിയാലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലീഡ് നൽകി. 31-ാം മിനിറ്റിൽ ഒരു കോർണറിൽ നിന്ന് ബ്രസീലിയൻ താരം കസമീറോ യുണൈറ്റഡിന്റെ 3-ാം ഗോളും നേടി. രണ്ടാം പകുതിയിൽ 61-ാം മിനിറ്റിൽ ഡിയാഗോ യോറന്റയിലൂടെ റയൽ ബെറ്റീസ് ഒരു ഗോൾ മടക്കിയെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിജയത്തെ തടയാൻ അവർക്കായില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരെ ഏറ്റുമുട്ടിയ പ്രീ സീസൺ സൗഹൃദ പോരിൽ ആഴ്സണലിനെ വീഴ്ത്തി ലിവർപൂൾ. 1-നെതിരെ 2 ഗോളിനായിരുന്നു ലിവർപൂളിന്റെ വിജയം. 13-ാം മിനിറ്റിൽ സൂപ്പർ സ്ട്രൈക്കർ മുഹമ്മദ് സലായിലൂടെയാണ് ലിവർപൂൾ ആദ്യ ലീഡെടുക്കുന്നത്. 34-ാം മിനിറ്റിൽ ഫാബിയോ കാർവാലോ ലിവർപൂളിന്റെ ലീഡ് ഇരട്ടിയാക്കി. 40-ാം മിനിറ്റിൽ കായ് ഹവാർട്സിലൂടെയാണ് ആഴ്സണൽ ഏക ഗോൾ നേടിയത്. ലിവർപൂൾ ഇനി ഓഗസ്റ്റ് 4-ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നേരിടും. ആഴ്സണൽ ഓഗസ്റ്റ് 7-ന് ബയർ ലെവർകൂസനെയും നേരിടും. മറ്റൊരു പ്രീ സീസൺ മത്സരത്തിൽ ചെൽസി ക്ലബ് അമേരിക്കയെ പരാജയപ്പെടുത്തി. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ചെൽസിയുടെ വിജയം. മത്സരം ആരംഭിച്ച് 2-ാം മിനിറ്റിൽ തന്നെ ചെൽസിക്ക് പെനാൽറ്റി ലഭിച്ചു. പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച എങ്കുങ്കു ആദ്യ ലീഡ് സമ്മാനിച്ചു. 21-ാം മിനിറ്റിൽ ബാഴ്സയിൽ നിന്ന് ഈ സമ്മറിൽ ടീമിലെത്തിയ യുവതാരം മാർക്ക് ഗൂയി ചെൽസിയുടെ ലീഡ് ഇരട്ടിയാക്കി. രണ്ടാം പകുതിയിൽ 79-ാം മിനിറ്റിൽ മറ്റൊരു പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് മധുവേക്ക ചെൽസിയുടെ വിജയം ഉറപ്പിച്ചു. ചെൽസി ഇനി ഞായറാഴ്ച മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.